മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അവന്റെ പ്രതിച്ഛായയിലാണ് എന്ന് പറയും. അപ്പൊ മനുഷ്യൻ എന്ത് ചെയ്യും? ഈ ദൈവത്തെ കയ്യും കാലും ഉള്ള ആളായിട്ട് അന്വേഷിച്ചു നടക്കും. കയ്യും കാലും മുഖമൊക്കെ വെച്ചിട്ട് നമ്മുടെ അതേ അത് ഈ വേദങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ഉപമകളിലൂടെയാണ്. ഉപമകൾ. പർവ്വതത്തെ തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് ഖുർആൻ പറയുന്നുണ്ട്. കുഞ്ഞാടുകളെ എന്ന് യേശു വിളിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലെ നിരവധി സ്ഥലങ്ങളിൽ ഉപമകൾ ചേർത്ത് പറയുന്നുണ്ട്. ഉപമകളെ ചേർത്ത്. മനുഷ്യനെ പോലെ തന്നെയാണ് ദൈവം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് പിന്നീട് പല രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ആളുകൾ രൂപം കൊടുത്തത്. അതിന് പ്രതീകോപാസന എന്ന് പറയും. പ്രതീകോപാസന. ഒരു പ്രതീകത്തെ ഉണ്ടാക്കിയിട്ട് പക്ഷെ അതിൽ പറഞ്ഞ ഇതിന്റെ ആന്തരിക സത്യത്തെ ആരും തേടിയിട്ടില്ല. ആന്തരിക സത്യത്തെ. ആ സത്യത്തെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, ആ സത്യത്തെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും അയത ലോകത്തും ഇനി നിങ്ങളുടെ മരണശേഷവും നിങ്ങളുടെ ജീവിതത്തിലും എല്ലാം നേടിയതിന് തുല്യമായി. നിന്നെ അറിഞ്ഞാൽ നീ ദൈവത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞത് അവിടെയാണ്. നിന്നെ അറിഞ്ഞാൽ നീ ദൈവത്തെ അറിഞ്ഞു. നിന്നെ അറിയണം ഫസ്റ്റ്. നിന്നെ അറിയുമ്പോ മനസ്സിലാകും നീ ദൈവത്തിന്റെ പ്രതിരൂപമാണ് എന്നുള്ളത്. അത് കൈയും കാലും കണ്ണും വച്ച് നിങ്ങൾ അളക്കരുത്. മനസ്സിലായോ? കൈയും കാലും കണ്ണും വച്ച് അളക്കരുത് ഒരിക്കലും. ദൈവത്തിന് അങ്ങനെ അളക്കാൻ പാടില്ല. ഇതിനൊക്കെ ഒക്കെ അപ്പുറത്താണ്. അതിലേട്ട് വെളിച്ചം നിങ്ങൾക്ക് വീശിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാവാം. നിങ്ങൾക്ക് ട്രെയിനർ ആവണോ, കോച്ച് ആവണോ, നിങ്ങൾക്ക് അതല്ല നല്ല സമ്പന്നോ, നല്ല സന്തോഷത്തോടുകൂടി എന്താണ് നിങ്ങളുടെ ആവശ്യം? പക്ഷെ അതിന് ഇത് ചുമ്മാ ഉണ്ടാവണതല്ല. ഞാൻ കഴിഞ്ഞ 5 വർഷം ഒരു ദിവസം പോലും രാവിലെ ഇതുപോലെ ഞാൻ എഴുന്നേക്കാതിരുന്നിട്ടില്ല. ഒരു ദിവസം പോലും ഞാൻ രാവിലെ ഇതുപോലെ ഇത് ചെയ്തിരുന്നിട്ടില്ല. ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് എന്റെ ട്രെയിനേഴ്സിൽ പലരും ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോയി. ഒന്നും പാടില്ല. നിങ്ങൾ ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടുപിടിക്കുക. എന്നെയല്ല, നിങ്ങൾ ഈ കാണുന്ന ഒരു വലിയ ഹൈ ട്രെയിനറും ഹൈ കോച്ചുമാരൊക്കെ അവർ ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് ആ പൊസിഷനിൽ നിൽക്കുന്നത്. നിങ്ങൾ അവരുടെ പുറം മാത്രമേ കാണുന്നുള്ളൂ. അവരൊരുപാട് ഇത് ചെയ്തിട്ടാണ്. അങ്ങനെ ഒരു പബ്ലിസിറ്റി കൊടുത്തിതാവാൻ അറിഞ്ഞ് നമുക്ക് എന്നേ ആവാർന്നു. അങ്ങനെയല്ല ആവേണ്ടത്. ഗ്രാജുവലി നിങ്ങൾ ആവണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കണം. കൺസിസ്റ്റന്റ് ആയിട്ട്. ഒരു ദിവസം ഭയങ്കര ആവേശം, പിറ്റേ ദിവസം ആവേശം തണുത്തു പോകാൻ പാടില്ല. എനിക്കെന്നും ആവേശമാണ്. എല്ലാ ദിവസവും എനിക്ക് ആവേശം. എല്ലാ ദിവസവും അങ്ങനെ ആവാനുള്ള കാരണം നമ്മുടെ ഉള്ളിൽ കത്തുന്ന ആ ഒരു നാളം വെളിച്ചം, അതാണ് നമ്മളെ ഈശ്വരനിലായിട്ട് ദൈവത്തിലായിട്ട് കണക്ട് ചെയ്യുന്നത്. ആ കണക്ഷനെ റീസ്റ്റോർ ചെയ്യണം. നിങ്ങൾ റീസ്റ്റോർ ചെയ്യണം. അതിനാണ് ഈ രാവിലെ ഈ പ്രോഗ്രാമിൽ വരാൻ പറഞ്ഞത്. എല്ലാ ദിവസവും നിങ്ങൾ മിസ്സാവരുത്. നിങ്ങളുടെ ഉള്ളിലെ ആ പ്രകാശം അത് തെളിയിക്കാൻ പോകുമ്പോൾ ആ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലെ ആ ആരാധനാലയത്തിലാണ്. അവിടെയാണ് നിങ്ങളുടെ അമ്പലവും പള്ളിയും മസ്ജിദും എല്ലാം, ചർച്ചും എല്ലാം അവിടെയാണ്. അവിടെയാണ് ഫസ്റ്റ്. അവിടെ നിങ്ങള് പ്രവാചകന്റെ ഹൃദയം കഴുകി വൃത്തിയാക്കിയ ഒരു കഥ നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുത്ത് പുറത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി തിരിച്ച് ആ ഹൃദയം എന്ന് പറയുന്ന ആ ആരാധനാലയമാണ് ആദ്യം വൃത്തിയാക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായോ?
ഇത് വൃത്തിയാക്കാൻ ഒരാള് വരുമ്പേ അവിടെ ഒരുപാട് കാവൽക്കാരും ഒരുപാട് പ്രശ്നക്കാരൊക്കെ നിൽക്കണ്ടാവും. ഈ അങ്ങോട്ട് കേറാൻ സമ്മതിക്കാത്ത ആൾക്കാരും ഉണ്ടാവും. അതിനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ അങ്ങോട്ട് കേറ്റാൻ സമ്മതിക്കൂല. അവിടെയാണ് ഈ പ്രശ്നക്കാര് മുഴുവൻ തമ്പടിച്ചിട്ടുള്ളത്. നിങ്ങളുടെ മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളും തമ്പടിച്ചിരിക്കുന്ന അതിന്റെ ഫ്രണ്ടിലാണ്. ഇന്നലെ വാതിലിന്റെ കഥ പറഞ്ഞില്ലേ, ആ വാതിലിന്റെ ഫ്രണ്ടിലാണ്. അവിടെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, ഉള്ള പിശാചുക്കൾ മുഴുവൻ ഉണ്ട് ശല്യം ചെയ്യണേ, ഉള്ള സാത്താന്മാരുണ്ട്, ഉള്ള ഭൂതഗണങ്ങളുണ്ട്, പിന്നെ നിങ്ങൾ ജന്മന നേടിയെടുത്ത കുറെ സംഭവങ്ങളുണ്ട്, പിന്നെ നിങ്ങൾ പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. ഇവരെല്ലാം അവിടെ പടവെട്ടാൻ റെഡിയായിട്ട് നിൽക്കുക. ആ പടവെട്ടാൻ റെഡിയാക്കി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെ തുരത്തി നിങ്ങളവിടെ കയറ്റുക എന്നുള്ള പണിയാണ് എനിക്കുള്ളത്. പക്ഷെ അതിന് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടണം. നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടണം. നിങ്ങൾ ഇത് പ്രചരിപ്പിക്കണം. നിങ്ങൾ എത്രത്തോളം കൂടുതൽ പ്രചരിപ്പിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഇത് കൂടുതൽ എഫക്ട് ചെയ്യും. ഞാൻ എന്തിനാണ് ഇത് രാവിലെ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു തരുന്നത്? നിങ്ങളെ സഹായിക്കുക എന്നതോടൊപ്പം തന്നെ അത് എന്നെയും സഹായിക്കും. ഇത്ര വലിയ പുള്ളി ആയിക്കോട്ടെ, അത് പറഞ്ഞു കൊടുക്കുന്നവർക്കാണ് സഹായം. ചിലർ ഇത് അറിയപ്പെടാനോ പറയാനോ ആഗ്രഹിക്കൂല, അവരങ്ങനെ ജീവിച്ചു പോകും. ചിലർ ഇതിൽ ലയിച്ച് മസ്തായി പോവും, ചിലപ്പോ ഭ്രാന്ത് പോലെ ആയി പോവും. അവരാ ആ അത് ആസ്വദിച്ചു പോവും, അത് ആസ്വദിച്ച് ജീവിക്കും. അവരെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ അതിന്റെ പുറകെ പൊതിയും. ഇന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയ കാലഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഇത് കൊടുക്കേണ്ടത് ഓൺലൈനിലൂടെയാണ്. കാരണം അത്രയും ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളിവിടെ എല്ലാ ദിവസവും നൂറിലധികം ആൾക്കാര് കേറുന്നുണ്ട്. നിങ്ങള് ഇത് പ്രചരിപ്പിച്ചാൽ തന്നെ എത്രയോ ആയിരക്കണക്കിന് ആളുകളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. എത്രയോ ആയിരക്കണക്കിന് ആളുകളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഒരാൾ 10 പേർക്ക് പ്രചരിപ്പിച്ചാൽ 1500 പേർക്ക്, 2000 പേർക്ക് ഇത് ഒരേ നിമിഷം ഒരാൾ 10 പേർക്ക് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലും ഒക്കെ നിങ്ങൾ ഇത് ഇട്ടുകൊടുക്കും. നിങ്ങൾക്ക് ഇത് അറിയാൻ പാടില്ലാത്ത സംഭവമൊന്നുമല്ല. ഒരു കുഞ്ഞു കുട്ടി തന്റെ അമ്മയെ നോക്കുന്നത്, തന്റെ അമ്മയെ സാഗൂതം നിരീക്ഷിക്കും ചില സമയത്ത്. അത് ഇപ്പോഴും ഭക്ഷണത്തിന് വേണ്ടിയാന്ന് തെറ്റിദ്ധരിക്കരുത്. പാല് കിട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അമ്മ എന്നെ ഒന്ന് കാണുന്നില്ലേ നന്നായിട്ട് എന്നറിയാൻ വേണ്ടിട്ടാണ്. ഒന്ന് കാണുന്നില്ലേ, ഒന്ന് കാണപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി നോക്കുന്നത്. ഒന്ന് കാണപ്പെടാൻ, നന്നായി എന്നെ ഒന്ന് നോക്കുന്നില്ലേ. അച്ഛൻ അടുത്ത് വന്ന് നിൽക്കുമ്പോഴും സാഗൂതം കൊച്ചിങ്ങനെ നോക്കും, ചെറിയ കൊച്ച് ചില സമയങ്ങളിൽ. അന്നേരം ആ കുട്ടിക്ക് അത് ഭക്ഷണം കിട്ടാൻ വേണ്ടിയല്ല, എന്നെ കാണുന്നില്ലേ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ മനുഷ്യൻ ചിന്തിക്കുന്നതാണ്. പരസ്പരം പ്രണയിക്കുന്നവർ, അവർ കാത്തിരിക്കുന്നത് വെറും സ്പർശനങ്ങൾക്ക് വേണ്ടിയല്ല, പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പരസ്പരം മനസ്സിലാക്കാൻ, പരസ്പരം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഓരോ മനുഷ്യന്റെയും മാനസികപരമായ മനസ്സിന്റെ ഉള്ളിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പർപ്പസ്. ഇപ്പൊ ഷെയ്ർ സാർ നിങ്ങളുടെ ലൈഫ് പർപ്പസിനെ കുറിച്ച് പറഞ്ഞു. ലൈഫ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അതാകണമെന്ന് വിചാരിച്ച് അതിലേക്ക് നടക്കുന്ന ഒരു പർപ്പസാണ്. അതോടൊപ്പം തന്നെ രണ്ട് പർപ്പസാണ് ഒരു മനുഷ്യൻ ഉണ്ടാകുക. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആരാണ്, ശരിക്കും ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയുക എന്നൊരു പർപ്പസും കൂടിയുണ്ട്. ഒന്ന് ഭൗതികമായ ഒരു പർപ്പസാണ്, നിങ്ങൾക്ക് വലിയ സന്തോഷം വേണം, സമാധാനം വേണം, അല്ലെങ്കിൽ വലിയ സമ്പത്ത് വേണം, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു പൊസിഷനിൽ എത്തണം, അല്ലെങ്കിൽ ഇന്നൊരാളായി ഞാൻ മാറണം. അതൊക്കെ ഒരു
നിങ്ങളുടെ ഈ ഭൗതിക ലൈഫിലെ പർപ്പസാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആത്മാവിനൊരു പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസാണ് ആരാണ് നിങ്ങൾ എന്നറിയുക എന്നുള്ളത്. ആരാണ്? എന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും, ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളെ ഓർക്കുന്ന ഒരു കണ്ണാടിയാണ് നിങ്ങൾ എന്ന് ഞാൻ. നിങ്ങളുടെ ആത്മീയ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭൗതിക ലക്ഷ്യം എല്ലാവർക്കും ഉണ്ട്. എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അല്ലെങ്കിൽ വലിയ കാശുണ്ടാവണം, അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരനാവണം, വലിയ കോച്ച് ആകണം, വലിയ ട്രെയിനർ ആകണം, ഇല്ലെങ്കിൽ വലിയ ഒരു ബിസിനസ്സുകാരി ആകണം, അല്ലെങ്കിൽ ഓൺലൈനിൽ ഞാനൊരു ഇൻഫ്ലുവൻസർ ആകണം. അങ്ങനെയൊക്കെ വിവിധ ആഗ്രഹങ്ങളുള്ള ആളുകൾ, വിവിധ ഗോൾ ഉള്ള ആളുകൾ, വിവിധ പർപ്പസ് ആയിട്ട് ഒരു ലൈഫ് പർപ്പസ് ആയിട്ട് കൊണ്ട് കിടക്കുന്ന ആളുകൾ. അത് നിങ്ങളുടെ ഭൗതികമായ പർപ്പസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളിന്റെ പർപ്പസ്, ഞാൻ സോളുകളോടുമായിട്ടാണ് സംസാരിക്കുന്നത്. സോ നിങ്ങളുടെ സോളിന്റെ പർപ്പസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള നിങ്ങളെ ഓർമ്മിക്കുന്ന ഒരു കണ്ണാടിയാണ് നിങ്ങളുടെ പർപ്പസ്. ഒരു കണ്ണാടി. എങ്ങനെയാണ് നിങ്ങളുടെ സോൾ? എന്തായിരുന്നു? നിങ്ങളുടെ ഭൗതിക ശരീരമല്ല, നിങ്ങളുടെ പേരല്ല, നിങ്ങളുടെ പ്രായമല്ല, നിങ്ങളുടെ യഥാർത്ഥ മുഖം. കാലം അല്ലെങ്കിൽ സമയം നിങ്ങളെ സ്പർശിക്കുന്നതിന് മുമ്പ്, കാലം സമയം നിങ്ങളെ സ്പർശിക്കുന്നതിന്, നിങ്ങളുടെ ശരീരം നിങ്ങളെ സ്പർശിക്കുന്നതിന് മുമ്പ് ഉള്ള മുഖം എന്തായിരുന്നു? അതാണ് ഒരു ആത്മാവിന്റെ പർപ്പസ്. അത് അറിയുക എന്നുള്ളതാണ്. ഈ കണ്ണാടി ഒരിക്കലും ഗ്ലാസ് കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സാന്നിധ്യം കൊണ്ടാണ്. സാന്നിധ്യം കൊണ്ടാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ അടുത്തിരിക്കുക, നിങ്ങളുടെ സ്വന്തത്തിലിരിക്കുക, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ആർ ഫ്രീ ഫ്രം സഫറിങ്സ്, ഓൾ സഫറിങ്സ്. കഷ്ടപ്പാടുകൾക്ക് വിട. മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കും വിട. എല്ലാ കഷ്ടപ്പാടുകൾക്കും വിട. നിങ്ങൾ ആരാണെന്ന് ഒരിക്കലും നിങ്ങൾ മറക്കാത്ത, ഒരിക്കലും മറക്കാത്ത ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു കണ്ണ്. കാലങ്ങളായി ഇതിനെക്കുറിച്ച് നിഗൂഢമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളൂ. ഒരുപാട് ചർച്ചകൾ. നിങ്ങളുടെ ആത്മാവിന് ഒരു രൂപമുണ്ട്, അത് ദൈവം ഓർമ്മിക്കുന്നു എന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ ലോകം മുഴുവൻ ദൈവത്തെ തിരഞ്ഞു. അവസാനം എന്നെ തന്നെ കണ്ടെത്തി. എന്നാൽ ഞാൻ എന്നെ തിരഞ്ഞു. ഞാൻ ആരാണ് എന്ന് തിരഞ്ഞു. അവസാനം ഞാൻ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞ ആളുകൾ. ലോകം മുഴുവൻ ദൈവത്തെ തിരഞ്ഞു. ദൈവത്തെ കാണുന്നില്ല, നമ്മളെ കാണുന്നത്. ആരാണ് നീ എന്ന് തിരയാൻ തുടങ്ങുന്ന നിമിഷം നീ ദൈവത്തിന് കണ്ടെത്താൻ തുടങ്ങി. അല്ലാതെ ഇവിടെ എവിടെയൊക്കെ നിങ്ങൾ ദൈവം അന്വേഷിച്ച്, ദൈവത്തിനെ അന്വേഷിച്ച്, ഡിവൈനിറ്റി അന്വേഷിച്ച്, സമാധാനം അന്വേഷിച്ച്, സന്തോഷം അന്വേഷിച്ച് നിങ്ങൾ അലഞ്ഞാലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറയും. ഇത് ബസ്താമി പറഞ്ഞാണ്, റൂമിയല്ല, ബസ്താമി. ബയാസിദ് ബസ്താമി പറഞ്ഞാണ്. റൂമിയുടെ കോട്ടായിട്ട് പറയുന്നവരുണ്ടാവും, പക്ഷെ ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞത് ബയാസിദ് ബസ്താമി പറഞ്ഞാണ്. ഞാൻ ദൈവത്തെ തിരഞ്ഞു, ദൈവത്തെ തിരഞ്ഞലഞ്ഞു, അവസാനം എന്നെ തന്നെ കണ്ടെത്തി. ഞാൻ എന്നെ തന്നെ തിരഞ്ഞു, ദൈവത്തെ കണ്ടു. അപ്പോൾ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ കണ്ണിൽ ഇപ്പോഴും നിങ്ങളെ തിരയുന്നത്? നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വസ്ത്രം ധരിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി വിജയിക്കുന്നു. നിങ്ങൾ
മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എല്ലാം ചെയ്യുന്നു. അവിടെയാണ് ആഴത്തിലുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വേദന. ഞാൻ ആരാണെന്നുള്ള സത്യം ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇത് അതിനു വേണ്ടി അതാണ് എന്റെ ദൗത്യം. ഈ കണ്ണാടി നിങ്ങളുടെ പുറത്തല്ല കണ്ടെത്തുന്നത്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങളുടെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ് എന്ന് ഓർമ്മിക്കുന്നതിനാണ്. നിങ്ങളുടെ ഹൃദയത്തിലുള്ള യഥാർത്ഥ ദൈവീക സാന്നിധ്യത്തെ കുറിച്ച് ഓരോ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അതിനെക്കുറിച്ച് പൊട്ടാത്ത കളങ്കമില്ലാത്ത ഓർമ്മകൾ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് ഉള്ളില്. എന്നാൽ നിങ്ങൾ ലോകത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾക്ക് അതിനെ മാത്രമേ കാണാൻ കഴിയൂ. നിങ്ങൾക്ക് അതിനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ, അവന് പണമുണ്ട് എനിക്ക് പണമില്ലല്ലോ, അവന് കാറുണ്ട് എനിക്ക് കാറില്ലല്ലോ, അവന്റെ വലിയ വീടാണ് എനിക്ക് വലിയ വീടില്ലല്ലോ, എന്റെ സ്വന്തപ്പെട്ടവർക്കെല്ലാം വലിയ പൈസയുണ്ട് എനിക്ക് അത്ര ഇല്ലല്ലോ. അങ്ങനെ ഇഞ്ചോടിഞ്ച് നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയൂല. ആ താരതമ്യത്തിന്റെ പൊടി നിങ്ങൾ തുടച്ചു കളയണം. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കുറ്റബോധങ്ങളുടെയും നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കുറ്റബോധങ്ങളുടെയും ലജ്ജയുടെയും വിഷമത്തിന്റെയും നിങ്ങൾ ചെയ്തതിന്റെ സങ്കടങ്ങളുടെയും വിള്ളലുകൾ നിങ്ങൾ നീക്കം ചെയ്യണം. അതെല്ലാം നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ജനിച്ച കുട്ടിയെ പോലെ നിർമ്മല ശുദ്ധരാണ്. അത് നിങ്ങൾ മാറ്റണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പലരും പറയും, എന്നോട് പറയും, സാർ ഇതൊക്കെ കേട്ടാലേ ശരി, ചുറ്റുമുള്ള സംസാരം, അവരങ്ങനെ പറയണു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അമ്മ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഭാര്യ എന്ന് പറഞ്ഞു, അവർ വീണ്ടും നെഗറ്റിവിറ്റിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ അഭിപ്രായങ്ങൾ നിങ്ങളെ ഒട്ടും സ്വാധീനിക്കാൻ പാടില്ല. അതിങ്ങനെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതല്ല, നമ്മൾ അതല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളെ കാണില്ല. പിന്നെ നിങ്ങൾ നിങ്ങളെ കാണല. നിങ്ങളെ സൃഷ്ടിച്ചവന്റെ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയാണ് ദൈവത്തെ കാണുന്നത്. എല്ലാത്തിലും എല്ലാത്തിലും പ്രിയപ്പെട്ടവനെ കണ്ടെത്തുന്നത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവനെ കണ്ടെത്തുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ എന്താണ് എന്നുള്ള ചോദ്യം നിർത്തുക. മറ്റുള്ളവർ എന്തും ചിന്തിച്ചോട്ടെ. ആ, മറ്റുള്ളവർ എന്ത് കരുതും എന്നാണ് നിങ്ങളുടെ പേടി, അല്ലെ? മറ്റുള്ളവർ എന്ത് കരുതും എന്നാണ് നിങ്ങളുടെ പേടി. മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങളെ കാണാൻ പാടില്ല. അവരുടെ കണ്ണിൽ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഒരു ഭ്രാന്തനായിക്കൊള്ളട്ടെ. ആ, നിങ്ങൾ ഭ്രാന്തനായിക്കൊള്ളട്ടെ, പിച്ചക്കാരനായിക്കൊള്ളട്ടെ, മറ്റുള്ളവരുടെ കണ്ണിൽ ഒന്നും ഇല്ലാത്തവനായിക്കൊള്ളട്ടെ, എന്ത് വ്യത്യാസം ഉണ്ടാവും ഇവിടെ? ഒരു ഏതാനും നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ശരീരം ഉപേക്ഷിച്ച് പോകേണ്ട നമ്മള് പിച്ചക്കാരനായിക്കോട്ടെ എന്ന് ആളുകളുടെ കൺമുന്നില്, ഒന്നുമില്ലാത്തവനായിക്കൊള്ളട്ടെ, ഒന്നിനും കൊള്ളാത്തവനായിക്കൊള്ളട്ടെ, എന്ത് പ്രശ്നം? മറ്റുള്ളവരുടെ കണ്ണിൽ ആരാണ് എന്ന് ഇന്ന് മുതൽ നിങ്ങൾ ചോദിക്കരുത്. പകരം
നിശ്ചലമായി ഇരുന്നു കൊണ്ട് നിത്യമായ കണ്ണാടിയുടെ മുമ്പിൽ, നിത്യമായ ഡിവൈനിറ്റിയുടെ മുമ്പിൽ ആരാണ് നിങ്ങൾ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു കുറവുണ്ടാവൂല. അതിന്റെ ഉത്തരം നിങ്ങൾക്ക് വാക്കുകളിൽ പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് പലർക്കും പ്രോസസ് ചെയ്തിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോ അതെനിക്ക് പറയാൻ പറ്റണല്ല എന്ന് പറഞ്ഞു. അതിന്റെ ഫീലിംഗ് ആണ്, ഫീലിംഗ്. ഇത്തരം വാക്കുകൾ വരൂല. അത് നിങ്ങളെ എപ്പോഴും ഓർമ്മിക്കുന്നതാണ്. നിങ്ങളെ സ്നേഹിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന് ഒരിക്കലും മറന്നിട്ടില്ലാത്തതാണത്. ഒരിക്കലും മറന്നിട്ടില്ലാത്തതാണത്. നിങ്ങൾ ഒരിക്കലും മറക്കൂല അത്. വളരെ ശാന്തസുന്ദരമായ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. ഭയങ്കര ദയയുള്ളവരും എപ്പോഴും പുഞ്ചിരിക്കുന്നവളുമായ ഒരു പെൺകുട്ടി. അവളൊരു അധ്യാപികയായിരുന്നു. തൊഴില് കൊണ്ടൊരു അധ്യാപിക. നല്ലൊരു മകൾ. സഹോദരന്മാർക്ക് നല്ലൊരു സഹോദരി. കൂട്ടുകാർക്ക് നല്ലൊരു സുഹൃത്ത്. എന്നാലും രഹസ്യമായി ആ പെൺകുട്ടി പുറമേ നോക്കുമ്പോൾ നല്ല സന്തോഷകരമായ ജീവിതം. പക്ഷെ ഉള്ളില് ഞാൻ ആരാണ്? ഇതിനെല്ലാം അപ്പുറം ഞാൻ എല്ലാവരോടും നന്നായി പെരുമാറുന്നുണ്ട്. എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് നന്നായി പെരുമാറുന്നുണ്ട്. എന്റെ മാതാപിതാക്കളോട് ഞാൻ നന്നായി പെരുമാറുന്നുണ്ട്. നല്ല മോളാണ്. എന്റെ സഹോദരന്മാരോട് ഞാൻ നന്നായി പെരുമാറുന്നുണ്ട്. നല്ല സഹോദരിയാണ്. എന്റെ കൂട്ടുകാരോട് ഞാൻ നന്നായി പെരുമാറുന്നുണ്ട്. നല്ല കൂട്ടുകാരിയാണ്. പക്ഷെ ഈ വേഷങ്ങൾക്കെല്ലാം അപ്പുറം ഞാൻ ആരാണ്? ഇതിങ്ങനെ മനസ്സിൽ ആ പെൺകുട്ടിയോട് ഇങ്ങനെ ഉയർന്നു വന്നു. ഇതിനെല്ലാം അപ്പുറം ഞാൻ ആരാണ്? ചില രാത്രികളിൽ ഉറക്കമില്ലാതെ പുറത്ത് എല്ലാവരുടെ മുമ്പിൽ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ചില രാത്രികൾ ഉറക്കമില്ലാതെ ഞാൻ ചോദിച്ചു, ഞാൻ ആരാണ് ഇതിനെല്ലാം? ആളുകൾ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് എനിക്കറിയാം. നല്ല രീതിയിലാണ് ചിന്തിക്കുന്നത്. നല്ലൊരു മനുഷ്യനാണ്, നല്ല സ്ത്രീയാണ്, നല്ല പെൺകുട്ടിയാണ്, നല്ല അധ്യാപികയാണ്, നല്ല മോളാണ്. ഇതിനെല്ലാം അപ്പുറം എന്താണ്? ഒരു ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ ഈ പെൺകുട്ടി അവരുടെ പഴയ ഒരു വീടുണ്ട്. ആ പഴയ വീടിന് തട്ടിൻ മുകളുണ്ട്. തട്ടിന്റെ മുകളിലിട്ട് ആരെയും കുട്ടികളൊന്നും കയറ്റി വിടൂല. അമ്മയുടെ മരണശേഷം ഈ പഴയ വീട്ടിലേക്ക് ഇവർ താമസം മാറ്റി. താമസം മാറ്റിയപ്പോൾ ഒരിക്കൽ എല്ലാം ക്ലീൻ ആക്കുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ തട്ടിന്റെ വാതിൽ ശകലം പൊങ്ങിയിരിക്കുന്നത് പെൺകുട്ടി ശ്രദ്ധിച്ചു. കുട്ടിക്കാലത്ത് ഒരിക്കലും അങ്ങോട്ട് പോകരുത് എന്ന് ആണ് വീട്ടുകാര് പറഞ്ഞിരുന്നത്. കഥ ശ്രദ്ധിച്ച് കേൾക്കണം. കുട്ടിക്കാലം മുതൽ ഒരിക്കലും അങ്ങോട്ട് കയറരുത്, അവിടെ പോകരുത് എന്നാണ് വീട്ടുകാർ പറഞ്ഞിരുന്നത്. എന്നാലും ഇപ്പൊ ആരും തടയാനില്ലാത്തതുകൊണ്ട് ഒരു കൗതുകം. കുറെ പ്രായമൊക്കെ ആയി. ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഈ അലട്ടുകയാണ്. എന്താണ്? ഞാൻ ആരാണ്? മറ്റുള്ളവർ എന്നെ പല രീതിയിലും കാണുന്നുണ്ട്. എന്നെ നന്നായി കാണുന്നവരും ഉണ്ട്. കുറച്ചുപേര് മോശമായിട്ടും കാണുന്നുണ്ട്. ഇതിനപ്പുറം ഞാൻ ആരാണ് എന്നുള്ള ചിന്ത ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പിന്നെ അത് തള്ളിവിട്ടു. ഇപ്പോഴുണ്ട്. അപ്പൊ ഒരു കൗതുകം ആ മുകളിൽ എന്താണ്? ആ മുകളിൽ എന്താണ് ഇതിൽ നടക്കുന്നത് എന്ന കൗതുകം. ആ കൗതുകം അവളെ മുകളിലേക്ക് നയിച്ചു. മുകളിൽ ചെന്നപ്പോ പിടിച്ച് കുറെ പഴയ പുസ്തകങ്ങള് മൊത്തം ചെലന്തി വലയൊക്കെ പിടിച്ച് ഒരു ഇരുണ്ട മൂലയിൽ
ഒരു പഴയ തുണിയിൽ പൊതിഞ്ഞ എന്തോ ഒരു സാധനം കിടക്കുന്നു. ഒരു വലിയ എന്തോ ഒരു ഇതാണ്. അവള് പോയി ആ തുണി പതുക്കെ തുറന്നു നോക്കി. തുറന്നു നോക്കിയപ്പോൾ ഒരു കണ്ണാടിയാണ്. പക്ഷെ ഈ കണ്ണാടിയിൽ ഒന്നും കാണുന്നില്ല. സാധാരണ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം കാണാൻ പറ്റും അല്ലെ? ഈ കണ്ണാടിയിൽ ഒന്നും കാണുന്നില്ല. മുഖമില്ല, പ്രതിച്ഛായയില്ല. എന്തോ മൃദുവായ ഒരു വെള്ളം പോലെ വിചിത്രമായി തിളങ്ങുന്ന ഒരു പ്രതലം. നിങ്ങൾക്ക് പലപ്പോഴും അത് നിശബ്ദമായിട്ടിരിക്കുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഒരു പ്രതലം. കണ്ണാടി തകർന്നു പോയതാണ് എന്നാണ് അവൾ വിചാരിക്കുന്നത്. കണ്ണാടി തകർന്നു പോയി, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. എത്ര കണ്ണടച്ചിരുന്നിട്ടും കണ്ണാടിയിലിട്ട് നോക്കിയിട്ടും എത്ര നിശബ്ദമായി ഇരുന്നിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്താണ് ഇതിന്റെ രഹസ്യം? ഒന്നും കാണാൻ പറ്റുന്നില്ല. അവള് വിചാരിച്ചു ഇത്രയും ദിവസം ഇരുന്നിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഉം. ഒരാഴ്ച നോക്കി, രണ്ടാഴ്ച നോക്കി, 41 ദിവസം ഇരുന്ന് നോക്കി, 42 ദിവസം ഇരുന്ന് നോക്കി, 43 ദിവസം ഇരുന്ന് നോക്കി. ഒന്നും കാണാൻ പറ്റുന്നില്ല. അല്ലെ? ചിലർക്ക് ഒരു ദിവസം ഇരുന്ന് ഒന്നും കാണാൻ പറ്റുന്നില്ല. ചിലര് മടുത്തിട്ടിട്ട് പോകും കണ്ണാടി. പക്ഷെ അവള് മടുത്തില്ല. അവള് വീണ്ടും 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 നിശബ്ദമായി, നിശ്ചലമായി ആ കണ്ണാടിയിൽ നോക്കണം. അങ്ങനെ അവള് കുറേ കാലം നോക്കിയിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. ശ്രദ്ധിച്ചിരുന്നോളണം. പിന്നീട് അവള് വീണ്ടും ഇനി പിന്നോട്ട് പോയാലോ എന്ന് വരാൻ. അങ്ങനെ ഒരു ദിവസം അവളുടെ ചെവിയിൽ ഒരു മന്ത്രണം വന്നു. നിങ്ങൾ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നിശബ്ദതയോടെ നിങ്ങൾ ആ കണ്ണാടിയെ തുടയ്ക്കുക. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി അവൾ എന്തെങ്കിലും ആകാൻ ശ്രമിക്കുന്നത്, എന്തെങ്കിലും കിട്ടാൻ ശ്രമിക്കുന്നത് നിർത്തി. എന്തെങ്കിലും ആകാൻ ശ്രമിക്കുന്നത്, എന്തെങ്കിലും കിട്ടാൻ ശ്രമിക്കുന്നത് നിർത്തി. അവളൊരു മോളാവാൻ പിന്നെ ശ്രമിച്ചില്ല. ഒരു നല്ല മോളാവാൻ, ഒരു വലിയ അറിവുള്ളവളാവാൻ, ഒരു ആത്മജ്ഞാനിയാവാൻ, ഉം, വലിയ ആത്മജ്ഞാനിയാവാൻ. ഉം. എന്നെ അറിവ് നേടി. ഞാനൊരു അധ്യാപികയാണ്. ഞാനൊരു അറിവ് നേടിയതാണ്. ഞാൻ ഭയങ്കര അറിവുള്ളാണ്. വിട്ടു. ഉം. ഞാൻ ദീക്ഷ നേടിയവളാണ്. ഞാൻ പല ദീക്ഷകളും, ഞാൻ 5-6 വർഷമായി ഞാൻ ഇതൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉം. നിർത്തി. ഞാൻ വലിയ അറിവുണ്ട്. ഉം. നിർത്തി. എനിക്ക് എല്ലാവരോടും ഭയങ്കര ബന്ധാണ്, ഭയങ്കര പവറാണ്, ഭയങ്കര ശക്തിയാണ്. ഇല്ല. ഒന്നും ആകുന്നത് നിർത്തി. ഒന്നും ആകുന്നില്ല. ഒന്നും ആകാൻ ശ്രമിക്കുന്നില്ല. എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവള് വെറുതെ ഇരുന്നു. അപ്പോൾ ആ കണ്ണാടി പതിയെ മാറാൻ തുടങ്ങി. അപ്പോൾ ആ കണ്ണാടി പതിയെ മാറാൻ തുടങ്ങി. ഇപ്പോൾ അവൾ ഒരു മുഖം കാണാൻ തുടങ്ങി. ആ മുഖം അവളുടെ ആ മുഖമായിരുന്നില്ല. അവൾ ധരിച്ചിരുന്ന അവളുടെ ശരീരമാകുന്ന, അവളുടെ ആത്മാവിന് മുകളിൽ അവൾ ധരിച്ചിട്ടുള്ള ശരീരമാകുന്ന മുഖമല്ല. എന്നാൽ തിളക്കമുള്ള, പ്രായമാകാത്ത, പൂർണ്ണമായും നിഷ്കളങ്കമായ, പ്രകാശവും ആകാംക്ഷയും നിറഞ്ഞ, വന്യമായൊരു സന്തോഷം നിറഞ്ഞ മുഖം. തിളക്കമുള്ള, പ്രായമാകാത്ത, നിഷ്കളങ്കമായ, പ്രകാശവും ആകാംക്ഷയും നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു മുഖം. ലോകം എങ്ങനെയായിരിക്കണം, ഭൂമി എങ്ങനെയായിരിക്കണം, ജീവിതം എങ്ങനെയായിരിക്കണം,
സമ്പത്ത് എങ്ങനെയായിരിക്കണം, മക്കൾ എങ്ങനെയായിരിക്കണം, മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം എന്നെല്ലാം പറയുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നൊരു ലോകം നിങ്ങൾ ആരായിരിക്കണം, മകളായിരിക്കണം, മകനായിരിക്കണം, അച്ഛനായിരിക്കണം, അമ്മയായിരിക്കണം, ഇത്ര സമ്പത്ത് വേണം എങ്കിലേ സന്തോഷം ഉണ്ടാവുള്ളൂ, മക്കൾ ഇങ്ങനെ പെരുമാറിയാലേ സന്തോഷം ഉണ്ടാവുള്ളൂ, മക്കൾ നോക്കിയാലേ സന്തോഷം ഉണ്ടാവുള്ളൂ, മാതാപിതാക്കൾ നോക്കിയാലേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നെല്ലാം പറയുന്നതിന് മുമ്പുണ്ടായിരുന്ന എന്നെല്ലാം പറയുന്നതിന് മുമ്പുണ്ടായിരുന്നൊരു അവള് കരഞ്ഞു. സങ്കടം കൊണ്ടുള്ള കരച്ചിലല്ല, സങ്കടം കൊണ്ടല്ല, ഒന്നും അറിയാതെ കണ്ണുനീർ വന്നു. അത് ദിവ്യമായ ഡിവൈൻ ആയിട്ടുള്ള ആ വികാരം കൊണ്ടാണ്. ഡിവൈൻ ആയിട്ടുള്ള ഒരു വികാരത്തിൽ, ഡിവൈൻ ആയിട്ടുള്ള ഒരു വികാരം. ആരെന്നെ കണ്ടില്ലെങ്കിലും എന്നെ ഒരാൾ കാണുന്നുണ്ട്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അവള് ഒരു പ്രശംസ നേടിയില്ല, പ്രശംസ തേടി നടന്നില്ല. അവൻ നല്ല പുള്ളിയാണ്, അവള് നല്ല പുള്ളിയാണ് എന്ന് പറയണം എന്ന് തേടി നടന്നില്ല. അവൾ നിരസിക്കപ്പെടും, ആരെങ്കിലും നിരസിക്കപ്പെടുമെന്ന് ഭയപ്പെട്ടില്ല. ആരെങ്കിലും എന്നെ അവോയ്ഡ് ചെയ്യും, അവഗണിക്കും, പിന്നെ അവൾ ഭയപ്പെട്ടില്ല. എന്നെ അവഗണിച്ചാൽ എനിക്ക് പുല്ലാണ്, പുല്ല്. എന്നെ അവഗണിക്കാത്ത ഒരാള് എന്റെ കൂടെ ഉണ്ട് എപ്പോഴും, എപ്പോഴും. ആരവഗണിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ആരെന്നെ സ്നേഹിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. മനസ്സിലായോ? പിന്നെ അവളിൽ ആളുകളെല്ലാം ഒരു മാറ്റം ശ്രദ്ധിക്കാൻ തുടങ്ങി. അവളുടെ അടുത്തായിരിക്കുമ്പോൾ ഒരു സമാധാനം ലഭിക്കുന്നത് പോലെ, അവളുടെ അടുത്തായിട്ടിരിക്കുമ്പോൾ ഒരു പ്രകാശത്തിനടുത്ത് ഇരിക്കും പോലെ. വർഷങ്ങൾക്ക് ശേഷം അവളോട് വേറെ ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരിത് കിട്ടിയത്, എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഇങ്ങനെ സമാധാനം വരും, എന്താണ് നിങ്ങളിൽ ഇപ്പൊ പഴയ പോലെയല്ലോ, ഭയങ്കര സമാധാനമാണ്. അപ്പോൾ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ തട്ടിൻ മുകളിലുള്ള ഞാൻ ആരാണ് എന്ന് എനിക്ക് കാണിച്ചു തന്ന ഒരു കണ്ണാടിയുണ്ട്. കണ്ണാടിയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ മാറിയത്. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിക്കുന്നത്. കണ്ണാടി ഇപ്പൊ നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, വേണമെങ്കിൽ കാണാം. പിന്നെ ആരും നിങ്ങളെ അവോയ്ഡ് ചെയ്താലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, മക്കള് നോക്കിയില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല, മാതാപിതാക്കൾ നോക്കിയില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല, ആരും ഇനിയിപ്പോ കാമുകൻ നോക്കിയില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല, കാമുകി നോക്കിയില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും നിങ്ങള് ആ ഒരു ബന്ധത്തിലായി. പിന്നെ ആരും നിങ്ങൾക്ക് വിഷയാവൂലെന്ന്. സമ്പത്ത് വന്നില്ലേ വിഷയാവൂല, പൈസ കിട്ടിയില്ലേ, കടം ചോദിച്ചു കിട്ടിയില്ലേ, പ്രശ്നമാവൂല. ഇന്ന് പൈസ കിട്ടിയില്ലേ, പ്രശ്നമാവൂല. ഇന്ന് ബിസിനസ് നടന്നില്ലേ, പ്രശ്നമാവൂല. ഞങ്ങൾക്ക് പൈസ കൊടുക്കാനുണ്ട്, ഇന്നത് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലേ, പ്രശ്നമാവൂലെന്ന്, പ്രശ്നമാവൂലെന്ന്. അത് അടുത്ത ദിവസം വരും എന്ന് നമുക്കറിയാം. അതൊക്കെ തന്നെ മനസ്സിലാവും. മനസ്സിലായോ? മനസ്സിലായോ? അവിടെയാണ് നിങ്ങൾ അതിനെ കണ്ടെത്തുന്നത്. അവിടെയാണ് നിങ്ങൾ അവിടെ കണ്ടെത്തുന്നത്. നിങ്ങൾ യഥാർത്ഥ നിങ്ങളെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ വൈകി കയറിയ ആൾക്കാരുണ്ടെങ്കിൽ നാളെ വീണ്ടും കൃത്യസമയത്ത് 6 മണിക്ക് തന്നെ കയറാൻ ശ്രമിക്കുക. നമ്മുടെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ 2 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. ആദ്യമായി ഈ പ്രോസസ്സ് നിങ്ങൾക്ക് കുറെയൊക്കെ മനസ്സിലായില്ലേ, കുറച്ച് മനസ്സിലാകാനുണ്ടല്ലേ. മാജിക് മൈൻഡ് ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പോവുക, എന്നിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ ഒരു സെഷൻ എടുത്തിട്ട് കേൾക്കുക. 30-35 മിനിറ്റ് ആയിരിക്കും ഒരു സെഷൻ.
എടുത്ത് കേൾക്കുക, വീണ്ടും 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 കേൾക്കുക. ഓക്കെ, വീണ്ടും 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 കേൾക്കുക ഫ്രീ ഉള്ള സമയത്ത്. ആ റീൽസ് കളിച്ചോണ്ടിരിക്കില്ലേ, റീൽസ് കളിച്ചോണ്ടിരിക്കുന്ന സമയം മാറ്റി വെച്ചിട്ട് ഇത് കേൾക്കും, ലൈഫ് ചേഞ്ച് ആവും കേട്ടോ. ഓക്കെ, ഗെറ്റ് റെഡി. റീൽസ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒരുപാട് മാറി. യെസ്, ഇനിയും മാറണം. ഇതൊന്നും അല്ല മാറ്റം, ഇതൊന്നും അല്ല മാറ്റം. ഇത് വളരെ ചെറിയൊരു സ്റ്റെപ്പാണ് കേട്ടോ. വിവിധ തലങ്ങളുണ്ട് ഇതിന്, വിവിധ തലങ്ങൾ. കൂടെ നിന്നാൽ ആ തലങ്ങളിലിട്ടും. ഓക്കെ, ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ഫസ്റ്റ് ഇന്നലെ രാത്രിയല്ല, ഇന്ന് ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കും. ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്നലെ രാത്രി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിലായി, അതല്ലാതെ. യെസ്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. ഒരാളുണ്ട്, അപ്പൊ 1 മിനിറ്റും കൊണ്ട് വിശദീകരിക്കാം, ശ്രദ്ധിച്ച് കേട്ടിരിക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷൻ അല്ല, ഒരു ഹീലിംഗ് അല്ല, ഒരു തെറാപ്പി അല്ല, ഒന്നുമല്ല. ഓക്കെ, ഇന്നലെ ആരോ ചോദിച്ചപ്പോൾ പവർ ഓഫ് സൈലന്റ്, ഇതൊന്നും അല്ല, അതൊന്നും അല്ല. അതൊക്കെ മിണ്ടായിരുന്നു, സൈലന്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ശക്തി കിട്ടുങ്ങി ചുമ്മാ ഇരുന്ന പോലെ. അതൊന്നും അല്ല, എല്ലാം വിടുക നിങ്ങൾ. ഇത് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന, നിങ്ങളുടെ ആത്മാവിനെ തുടച്ച് വൃത്തിയാക്കുന്ന ഒരു സോൾ അവേക്കനിങ് പ്രോസസ്സാണ്. ഇതില് നിങ്ങളൊരു പ്രാർത്ഥന നടത്തണ്ട, നിങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട, നിങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട, ഒന്നും ചെയ്യണ്ട. വെറുതെ സൈലന്റ് ആയി കണ്ണുകൾ അടച്ചിരുന്നാൽ മാത്രം. ആ സമയം നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ, ഈശ്വരന്റെ, സൃഷ്ടാവിന്റെ അരികിലാണ് ഇരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് ഈശ്വരൻ ഉണ്ടെന്നല്ലേ നമ്മളെ പഠിപ്പിച്ചേണത്, ദൈവം ഇവിടെ ഉണ്ടെന്നല്ലേ പഠിപ്പിച്ചേണത്. നമ്മുടെ കണ്ടനാളിക്കടുത്ത് ഉണ്ട് എന്ന് ഖുർആൻ പറയുന്നു. നിങ്ങളിൽ തന്നെയാണ് ദൈവം കുടികൊള്ളുന്നത് എന്ന് ഭഗവത്ഗീത പറയുന്നു. നിങ്ങളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാമെന്ന് ബൈബിൾ പറയും. അപ്പൊ തൊട്ടടുത്തുള്ള ദൈവത്തിന്റെ ചാരത്ത് നമ്മൾ കുറച്ചു നേരം ഇരിക്കുക. ദാറ്റ്സ് ഓൾ. വേറെ ഒന്നുമില്ല. ജസ്റ്റ് നിശബ്ദമായിട്ട്, ഒന്നും ചോദിക്കുന്നില്ല, ഒന്നും യാചിക്കുന്നില്ല, ഒന്നും പ്രാർത്ഥിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഈ സോളിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ, നമ്മുടെ യഥാർത്ഥ മൈൻഡ് പവർ, ഈ വിഷമവും സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ പോയിട്ട് മനസ്സിൽ ആദ്യം ഒരു സമാധാനം നിറയണം. എന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അപ്പൊ പ്രാർത്ഥന പെട്ടെന്ന് ഫലിക്കാതെ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ആ ഒരു കണക്ഷൻ, നിങ്ങളുടെ മൊബൈലുമായിട്ട് വിട്ടുപോയ നെറ്റ്വർക്ക് കണക്ഷനെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ചെറിയ പണിയാണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് കണ്ണടച്ചിരിക്കുക. ഞാൻ കണ്ണടയ്ക്കാൻ പറയുമ്പോൾ ഒരു 10 മിനിറ്റ് കംപ്ലീറ്റ്ലി സൈലന്റ് ആയിട്ട് അത് നോക്കി ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് പല ചിന്തകളും വരും. ചിന്തകൾ വന്നോട്ടെ, നിങ്ങൾ ഒരു ചിന്തേനെ ഓടിക്കാനോ ആട്ടിപ്പായിക്കാനോ, ചിന്ത പോട്ടെ പോട്ടെ പോട്ടെ, ആ ചിന്ത വരല്ലേ എന്നൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. വെറുതെ ആ ചിന്തയിൽ ഇങ്ങനെ നോക്കി വീക്ഷിച്ച് അതിനെ കണ്ടുകൊണ്ട് ഒരു കുട്ടിയെ പോലെ കണ്ണിന്റെ മുന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് വെറുതെ ഇരിക്കും. ജസ്റ്റ് ഇരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഗെറ്റ് റെഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നിനും വേണ്ടി റെഡി ആവരുത്, ഒന്നിനും വേണ്ടി പരിശ്രമിക്കരുത്. ആ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നു, അത്രമാത്രം. ഓക്കെ, ഒന്നും റെഡി ആവേണ്ടതില്ല, ഒന്നും പരിശ്രമിക്കേണ്ടതില്ല, എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ടും പരിശ്രമിക്കേണ്ടതില്ല. എന്തെങ്കിലും വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒന്നും ചെയ്യണ്ട, കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ട് ഫ്രീസ്, ജസ്റ്റ് ഫ്രീസ് ആയിട്ടിരിക്കുക.